ഹായ് പാർക്കുട്ടി മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സസ്നേഹ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇന്ന് 10ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ 11, 12 സ്റ്റെപ്പിലേക്ക് നമ്മളുടെ സൂര്യ നമസ്കാരത്തിൻ്റെ ചുവടുകൾ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. ഈ 10ാമത്തെ സ്റ്റെപ്പിൽ നിന്നും നമ്മളുടെ കൈകളും കാലും മുട്ടുകൾക്ക് വളവില്ലാതെ നേരെ മുകളിലേക്ക് ഉയർത്തുന്നതിന് മുമ്പ് നമ്മളുടെ ബോഡിയെ, നമ്മളുടെ ഉടൽ നേരെ മുകളിലേക്ക് ഉയർത്തുകയും ശ്വാസം ഉള്ളിലേക്ക് സാവധാനം പിടിച്ചുകൊണ്ട് ഉടലിനെ നേരെ മുകളിലേക്ക് ഉയർത്തുന്നതോടൊപ്പം കൈകൾ നേരെ മുകളിലേക്ക് ചെവിയോട് ചേർന്ന് മുകളിലേക്ക് ഉയരുകയും കൈകളുടെ അകഭാഗം പുറത്തേക്ക് ഫേസ് ചെയ്തും വിരലുകൾ നേരെയാക്കിക്കൊണ്ടും നമ്മൾ ഈ പൊസിഷനിൽ നേരെ നിവർന്ന് മുകളിലേക്ക് ഫേസ് ചെയ്ത് നല്ല വലിഞ്ഞു നിൽക്കുക. ഈ പൊസിഷനിൽ ശ്വാസം ഉള്ളിൽ പിടിച്ചുകൊണ്ട് നമ്മളുടെ ചലനം തുടരുന്നത് നമ്മളുടെ ശരീരത്തെ മൊത്തമായും നമ്മളുടെ ബാക്കിലേക്ക് ഒരു ആർച്ച് രൂപത്തിൽ കൊണ്ടുപോകുന്നതോടൊപ്പം കൈകളും നമ്മളുടെ തലയും പുറയിൽ അതിനെ പിന്തുടരുകയും അങ്ങനെ ശ്വാസത്തെ നിയന്ത്രിച്ച് നമ്മൾ ഏതാനും 5 സെക്കൻഡ് നേരം ശ്വാസം അവിടെ പിടിച്ചു നിർത്തി ആ ഒരു നിൽപ്പ് നിൽക്കുന്നു. ഈ പൊസിഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇതായിരുന്നു നമ്മൾ 10ാമത്തെ പൊസിഷനിൽ നിന്നത്. ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് ഇതായിരുന്നു 10ാമത്തെ പൊസിഷൻ. ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് ശ്വാസത്തെ മെല്ലെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് നമ്മളുടെ ഉടലിനെ നേരെ മുകളിലേക്ക് ഉയർത്തുകയും ഒപ്പം കൈകൾ അതിന് മുകളിലേക്ക് ഉയരുന്നത് നമ്മളുടെ ചെവിയോട് ചേർത്തുകൊണ്ട് കൈകൾ നേരെ മുകളിലേക്ക് ഉയരുകയും കൈയുടെ അകഭാഗം പുറത്തേക്ക് ഫേസ് ചെയ്തും വിരലുകൾ നേരെയാക്കിയും ഏതാനും നിമിഷം ശ്വാസം ഉള്ളിൽ പിടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുക. ഈ സമയം നമ്മളുടെ വയറ് ഉള്ളിലേക്ക് വലിയുകയും നമ്മൾ നേരെ മുകളിലേക്ക് നോക്കുകയും ചെയ്യുക. നമ്മളുടെ ശരീരം ഇപ്പോൾ കാല് തൊട്ട് കൈ വരെ വലിഞ്ഞ ആകൃതിയിൽ നിൽക്കുകയും നമ്മളുടെ ശ്വാസത്തെ പൂർണ്ണമായും ഉള്ളിലേക്ക് സംഭരിച്ചുകൊണ്ട് നമ്മളുടെ ശരീരത്തെ മൊത്തമായും ബാക്കിലേക്ക് ഒരു വിൽ ആകൃതിയിൽ വളയ്ക്കുകയും ചെയ്യുക. ഈ പൊസിഷനിൽ ഏതാനും 5 സെക്കൻഡ് നേരം നമ്മൾ നിൽക്കുക ശ്വാസം പിടിച്ചുകൊണ്ട്. ഇതാണ് പൊസിഷൻ. ഈ പൊസിഷനിൽ നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ പുറകിൽ നമ്മുടെ ബാക്ക് ഭാഗത്തേക്ക് നോക്കിയും ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് സാവധാനം നമ്മൾ ശ്വാസത്തെ പുറത്തേക്ക് 11ാമത്തെ പൊസിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. 12ാമത്തെ പൊസിഷനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ശ്വാസത്തെ സാവധാനം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ നേരെ മുന്നോട്ടുയർത്തി സൂര്യഭഗവാനെ വന്ദിച്ചുകൊണ്ട് കൈകൾ നമ്മളുടെ ചെസ്റ്റ് നേരെ കൊണ്ടുവരികയും ശ്വാസത്തെ പൂർണ്ണമായും പുറത്തേക്ക് തള്ളുകയും നമ്മുടെ കയ്യിലെ തള്ളവിരൽ ചെസ്റ്റിൽ ടച്ച് ചെയ്തും തൊഴുതവസ്ഥയിൽ സൂര്യഭഗവാനെ വന്ദിച്ചുകൊണ്ട് ഏതാനും നിമിഷം നമ്മൾ ധ്യാനത്തിൽ ഇങ്ങനെ നിൽക്കുക. ഈ സമയം നമ്മളുടെ ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും താളാത്മകമായ രീതിയിൽ വിട്ടുകൊണ്ടും ഏതാനും നിമിഷങ്ങൾ നമ്മളിങ്ങനെ നിന്നുകൊണ്ട് സൂര്യഭഗവാനെ ഉള്ളിൽ ധ്യാനിക്കുക. അതിനുശേഷം സാവധാനത്തിൽ നമ്മൾ ഇതിൽ നിന്നും പുറത്തേക്ക് മാറുക. വളരെ നല്ല രീതിയിലുള്ള ആയാസകരമായ ഈ പ്രവർത്തനത്തിൽ നിന്നും നമ്മൾ പുറത്തേക്ക് മാറുമ്പോൾ നമ്മളുടെ ശരീരം പൂർണ്ണമായും ശ്വാസത്തെ ഉൾക്കൊള്ളുകയും അത് പുറത്തേക്ക് വിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ ശ്വാസകോശങ്ങൾക്കും ഹൃദയത്തിനും നല്ല രീതിയിലുള്ള ഒരു പ്രവണത ലഭിക്കുന്നതോടൊപ്പം ശ്വാസത്തെ കൂടുതൽ സമയം നമ്മളുടെ ശ്വാസകോശങ്ങൾക്ക് പിടിച്ചു നിർത്തുവാനുള്ള ഒരു പ്രവണത ശ്വാസകോശങ്ങൾ ഉൾക്കൊള്ളുന്നു. നമ്മളുടെ ഹൃദയത്തിനും ഉണ്ടാകുന്ന ഹൃദയപരമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഒരു മന്ദത ലഭിക്കുന്നതിനും നമ്മളുടെ നട്ടലിന് പൂർവാധികം വഴക്കം ലഭിക്കുന്നതിനും ശരീരത്തിൻ്റെ ഏത് ഭാഗങ്ങളിലേക്കും വലിച്ചിലുണ്ടാകുന്നതുകൊണ്ട് നട്ടലിനെ ഏത് രീതിയിലേക്ക് വളയ്ക്കുവാനും യാതൊരുവിധ പ്രയാസവുമില്ലാത്ത രീതിയിൽ ഈ 11, 12 ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നു. സൂര്യനമസ്കാരത്തിൻ്റെ എല്ലാം 1 തൊട്ട് 12 വരെയുള്ള ചുവടുകൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഡെമോൺസ്ട്രേഷനിലൂടെ തുടർച്ചയായി ചെയ്ത് കാണിക്കുന്നതോടൊപ്പം ഇതിൻ്റെ എല്ലാവിധ ഗുണങ്ങളും സവിശേഷതകളും ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നല്ലൊരു വിധത്തിലുള്ള റിപ്പോർട്ടും ഇതിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ സമർപ്പിക്കുന്നു. വളരെ താളാത്മകമായിട്ടുള്ള ഒരു സൂര്യ നമസ്കാരമാണ് നമ്മളിപ്പോൾ ചെയ്തത്. ശ്വാസത്തിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും അതിനെ താളാത്മകമായ രീതിയിൽ പിടിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്തുകൊണ്ടുള്ള നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മളുടെ ബോഡിയിലേക്ക് ഇപ്പോൾ ആനയിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാനും ശരീരത്തെ ഏത് രീതിയിലേക്ക് വഴക്കുവാനും അതിൻ്റെ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുപോകുവാനും
ഹൃദയത്തിനും ശ്വാസകോശങ്ങൾക്കും അതിൻ്റെ പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള ഒരു പ്രവണത നമ്മളുടെ ശരീരത്തിലേക്ക് ആയാസകരമല്ലാത്ത രീതിയിലേക്ക് ആനയിക്കപ്പെടുന്നു. നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ നമ്മൾക്ക് സൂര്യ നമസ്കാരം 3, 6, 9 ഘട്ടങ്ങളിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. സൂര്യ നമസ്കാരത്തിൻ്റെ കൂട്ടത്തിൽ പലതരത്തിലുള്ള യോഗകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആ യോഗകൾ ഏതൊക്കെയാണെന്നും അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരുന്നതാണ്. അപ്പം ഒരു 3-4 യോഗകൾ ഇതിൽ, 4-5 യോഗകൾ ഇതിൽ, 6 യോഗകൾ ഇതിൽ ചേർന്നുകൊണ്ടാണ് സൂര്യ നമസ്കാരം എന്ന ഈ നല്ല രീതിയിലുള്ള ഒരു നമസ്കാരം അല്ല സൂര്യ നമസ്കാരം വ്യായാമം നമ്മളുടെ യോഗാസനത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം നമ്മളുടെ ഈ ശരീരത്തിലേക്ക് ആവരണം ചെയ്യുന്നത്. 6 യോഗാസനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള ഘട്ടങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിലൂടെ യോഗാസനത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിവിധ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സൂര്യ നമസ്കാരം ഇവിടെ പൂർണ്ണമാകുന്നു. സൂര്യ നമസ്കാരം ഏവർക്കും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലളിതമായ രീതിയിലാണ് ഞാനിവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ 1 തൊട്ട് 12 വരെയുള്ള ഘട്ടങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഡെമോൺസ്ട്രേഷനിലൂടെ കാണിച്ചു തരുന്നതാണ്. വിവിധ തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നൽകുന്നതാണ്. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി പാർക്കുട്ടി മീഡിയയിലേക്ക് നൽകിക്കൊണ്ട് എല്ലാവിധ സ്നേഹാശംസകളും പാർക്കുട്ടി മീഡിയയിൽ നിങ്ങൾക്ക് ഏവർക്കും സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു.